ഹലോ, ഹായ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമീപം വൈകിട്ട് 5:05 നമ്മൾ ജോലിയെല്ലാം കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് വെച്ചാൽ ഒന്ന് വൈകിട്ടല്ല ഒന്ന് നടക്കാം. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. കാരണം ഇതാ ആകാശം കണ്ട, ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മഴയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് നടന്ന് പുറത്തുള്ള പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് പുറത്തു പോകുന്നതാണ്. നമുക്ക് എവിടെ പോകുന്ന വെച്ചാൽ ദൂരമൊന്നുമില്ല, ചാക്യാത്തില്ലേ, ചാക്യാത്ത് കൗൺസ് വാക്ക്. ഞാനിപ്പോൾ നടക്കുന്നത് മംഗളവനത്തിൻ്റെ സൈഡിലൂടെയാണ്. എൻ്റെ പുറത്തുണ്ടാവും, പുറത്തെ ആകാശം കണ്ട നല്ല തെളിഞ്ഞിരിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ. ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മൂടിക്കെട്ടിയും മഴക്കാലല്ലേ, പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുമല്ലേ. നമ്മളിപ്പോൾ നടന്നു പോകുന്ന റോഡില്ലേ, ഇത് പച്ചാളത്തിന് റോഡാ, പച്ചാളം റോഡ്. ഹൈക്കോട്ടിൽ നിന്ന് നേരെ പച്ചാളത്തേക്ക് പോകുന്ന റോഡ്. പച്ചാളം ജംഗ്ഷൻ അവിടെ അതിനെ ബ്ലോക്കായി കാണും കേട്ടോ. പച്ചാളത്തേക്ക് ഇപ്പം ബ്ലോക്ക് കുറഞ്ഞ, പണ്ടൊരു സമയത്ത് ഇതിന് ഭയങ്കര ബ്ലോക്ക്. ഇതാണ് വത്സ കഫേ. ഇവിടുത്തെ പഴയൊരു ഹോട്ടലാണ്, പാപ്പൂട്ടീസ് വത്സ കഫേ എന്ന് പറയും. ഏകദേശം 1926 സ്റ്റാർട്ടായതാണ്. ഇതും പച്ചാളത്ത് ഉള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് വെക്കുന്ന ഷോപ്പാണ്. ഒരു പഴയ കാല ഷോപ്പാണ് ഇത്. ഭയങ്കര തിരക്കാണ് എപ്പോഴും. ഒരുപാട് പേര് അവിടെ വന്നിട്ട് ജിഞ്ചർ സോഡയാണ് അവിടുത്തെ മെയിൻ. ഏകദേശം 1926 തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതെല്ലാം പച്ചാളത്തെ മെയിൻ ഷോപ്പുകൾ. ഇപ്പോഴിത് കുറച്ച് പുതുക്കി പണിത് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് പച്ചാളം ജംഗ്ഷനിൽ തന്നെയാട്ടാണ്. ഇവിടുന്ന് ഒരു സൈഡിലേക്ക് പോയാൽ നമുക്ക് ചിറ്റൂരേക്ക് പോവാം, മറ്റു സൈഡിലേക്ക് എടപ്പള്ളിയിലേക്ക് പോവാം. അങ്ങനെ ഇതാണ് പച്ചാളം ജംഗ്ഷൻ. ഇവിടെ നല്ല ബ്ലോക്കാണ്. ആ ദൂരെ ഇതാണ് കേട്ടോ പച്ചാളം പാലം. ഈ പാലം ഏകദേശം 5-6 കൊല്ലമായി വന്നിട്ട്. ഈ പച്ചാളം മേൽപ്പാലം വരുന്നതിന് മുന്നേ ഭയങ്കര ബ്ലോക്കായിരുന്നു ഇവിടെ, കാരണം ഒരു റെയിൽവേ കടന്നു പോകുന്നുണ്ടായില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഉദ്ദേശിച്ച സ്ഥലത്തെത്താനായി എന്നല്ല, നമ്മളവിടെ എത്തി. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചാക്യാത്താണ് കേട്ടോ. ഇതാണ് ചാക്യാത്ത് പള്ളി. ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, തോരണമൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് പള്ളിയിൽ. എന്തോ കുർബാന എന്തോ നടക്കുന്നുണ്ട് പള്ളിയിൽ. എന്താ ഒരുപാട് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ അവിടെ എത്തി കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ പച്ചാളം സൈഡിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ ഓപ്പൺ ജിമ്മാണ് കേട്ടോ ഇത്. രാവിലെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. നല്ല ശാന്തമായി ഒഴുകുന്ന കായൽ. ഒരു ചേട്ടൻ ഇവിടുന്ന് ഇങ്ങനെ കടല വറക്കുന്നുണ്ട്. ദൂരെ കെട്ടിടങ്ങൾ, ഒരുപാട് ഫ്ലാറ്റുകൾ ഇപ്പം പുതുതായി വന്നിട്ടുണ്ട്. ആ ഫ്ലാറ്റിനൊക്കെ പണി നടക്കില്ല. ഏകദേശം വൈകിട്ടായതിനാൽ തന്നെ നല്ല ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐ ലവ് യു കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ബാക്ക്വേ മഴയാണ്, മഴക്കാലമായതുകൊണ്ടാണ് ചെടികളൊക്കെ നല്ല തളിർത്തിട്ടുണ്ട്. ഏകദേശം ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. സൂര്യൻ എന്താ അങ്ങ് അസ്തമിക്കാൻ പോകുന്നു. ദൂരെ ചീനവലയൊക്കെ കാണാം. അതിൻ്റെ അകത്തിപ്പം കാര്യമായ വർക്കൊന്നും നടക്കുന്നില്ല. ചീന വലയൊക്കെ അഴിച്ചിട്ടുണ്ട് അവർ. ശാന്തമായിട്ട് ഒഴുകുന്ന ഇങ്ങനെ കായലിങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നു. വൈകുന്നേരം അവിടെ വന്നിരിക്കാനൊക്കെ നല്ല ഫീലാണ്. ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കുമ്പം ഇങ്ങനെ ഈ കായലിൻ്റെ അപ്പുറം തന്നെ നമ്മൾ ഒഴുകുന്നതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. എൻ്റെ പുറകിലെ അസ്തമയ സൂര്യൻ്റെ കളർ ഇതാ ഇങ്ങനെ മാറിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം പുതുതായിട്ട് വന്ന കെട്ടിടങ്ങളാണ്. ഇതിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്യാത്ത്
ഒരു 4-5 കൊല്ലം മുന്നേ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൂട്ടുകാരോടൊത്ത് വന്നിട്ട് കുശലം പറയുന്നു. ദൂരെ തൊഴിലാളികളിങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്ലാറ്റിൻ്റെ ഭാഗങ്ങളാണ്. എന്താ ആകാശമുട്ടയില്ല ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൻ്റെ ഇവിടുന്ന് ഈ കായൽ നോക്കി ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസം ഉണ്ടാവുമല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഫ്ലാറ്റുകൾക്കൊക്കെ മോഹവിലയ. ഇന്നാളെ ചീനവല കെട്ടിയ സ്ഥലമായിരുന്നു ഇത്. ഇപ്പം ചീനവല അഴിച്ചു മാറ്റിയത്. ഇതൊക്കെ മീൻ കെട്ടുകളാണ്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഉണ്ടാക്കി വെച്ച കുറേ. ഇപ്പം വൈകിട്ടായി, കുറേ ഫുഡ് ട്രക്കുകളിങ്ങനെ വന്നു തുടങ്ങി. ചായയും കോഫിയും ഒക്കെ ആയിട്ട് എല്ലാവരും അതിൻ്റെ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സെറ്റാക്കി വരുന്നു. ഇത് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റീൻ്റെ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങൊക്കെ ഇപ്പം ദ്രവിച്ചു തുടങ്ങി. ഇത് കണ്ട ദൂരെ നിന്ന്. ഇതും അവിടുത്തെ ഫ്ലാറ്റുകളാണ്. ടാറ്റേൻ്റെ തൃത്വം ഫ്ലാറ്റുകൾ. ടാറ്റയ്ക്ക് അവിടെ കുറേ ഫ്ലാറ്റുകളുണ്ട്. ഇത് ദൂരെ കാണുന്ന ആ ഫ്ലാറ്റ് പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റാട്ടാ. ഗോശ്രീ പാലത്തിൻ്റെ അവിടെ നിന്നാണ് കൂടുതൽ കാണാം. ഫോണിൽ നല്ല സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതും പുതിയ ട്രക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കോഫി ഫുഡ് ട്രക്കിൻ്റെ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം അതിൻ്റെ താഴേക്ക് എത്തി. ഇവിടെ കുറേ കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാം. കായലിങ്ങനെ സാവകാശം ഒഴുകുന്ന ഐസ്ക്രീം വണ്ടികളും ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. ആൾക്കാർ ഫാമിലി ആയിട്ടും ഇല്ലാതെയും കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ നടന്നു വരാൻ തുടങ്ങി. ഇവിടേക്ക് ഉച്ചക്ക് വന്നിരിക്കാനൊക്കെ നല്ല സുഖം. കാരണം ആ തണൽ മരങ്ങളുണ്ട് ഇഷ്ടംപോലെ. ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. വണ്ടികളൊക്കെ ചീറിപ്പായുന്നുണ്ട് സൈഡിൽ. ഇതാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഈ കമ്പിവേലിക്കടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ കായലിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്നാൽ ശരിക്കും നമുക്ക് ഫീലാവും. നമ്മൾ ആ കായലിലെ വെള്ളത്തിൻ്റെ അപ്പുറം ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ ഏകദേശം സന്ധ്യ ആയി തുടങ്ങി. ഇതാണ് ആ തൃത്വം ഫ്ലാറ്റുകൾ കേട്ടോ. തൃത്വം ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശമായത്. ദൂരം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ താമസം തുടങ്ങി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ അധികം വന്നില്ല. സമയം ഇങ്ങനെ വൈകിട്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അസ്തമയം. ഇപ്പോൾ ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് റോഡ് സൈഡിൻ്റെ ഇഷ്ടംപോലെ നമുക്ക് വൈകിട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാനും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം അതിൻ്റെ താഴെ വരെ എത്തിയപ്പോൾ ഈ സൈഡ് തെച്ചിങ്ങനെ പുതിയ ഫ്ലാറ്റുകളാണ്. ഇതൊക്കെ ഇപ്പോൾ വന്ന ഒരു 10 വർഷം കൊണ്ട് വന്ന മാറ്റങ്ങളായത്. ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നല്ല ക്ലീനില്ല. അങ്ങനെ നമ്മൾ കുറേ നടന്നു കിട്ടാം. നടന്ന് ഏകദേശം ചക്കയത്ത് ഫുള്ളിങ്ങനെ അരഞ്ഞ് നടന്നു ഒരുപാട്. നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം. കുറച്ച് അങ്ങ് കുറേ ഫുഡ് കോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്കിങ്ങനെ നടക്കാം. നല്ല വൈബാണ് വൈകിട്ട് വന്നിട്ട് നടക്കാൻ. ഇവിടെ കയറാം. ഇവിടെ ഒരു ചേച്ചി ഓംപ്ലേറ്റും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ ഉണ്ട്. അത് റെഡിയാക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി ആവുന്നുണ്ട്. ചേച്ചി കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ തട്ടുകട നടത്തുന്ന ഒരു അമ്മയും മോള. ഇവരെ പറ്റി എന്താണ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചേച്ചി അത് നമുക്ക് തരാൻ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറം ചെറിയ ചട്നിയും സോസൊക്കെ ഉണ്ട്. അങ്ങനെ സോസൊക്കെ ഒഴിച്ച് നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് ചേച്ചി തന്നിട്ടുണ്ട്. ഏകദേശം നല്ല അത്യാവശ്യം കുഴപ്പമില്ല ക്വാണ്ടിറ്റി ഉണ്ട്.
75 രൂപ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നടന്നു അങ്ങനെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സന്ധ്യയായി, ഇനി എടുത്ത വീഡിയോ എടുത്താൽ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.